എടാ ഈ റൂട്ടാണെങ്കിൽ പോകണം, ഈ റൂട്ടാണെങ്കിൽ പോകണം. ഓക്കെ ഗൈസ്, ഞങ്ങൾ മാത്രമുള്ള ഈ റൂട്ട്. ചോദിക്കാനോ പറയാനോ ഒന്നും ആരുമില്ല. നോക്കേ, ഫുള്ള് റബ്ബർ തോട്ടമാണ്. ഗൈസ് ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പോകണ്ട് കേട്ടോ. രക്ഷയില്ല, വേറെ മൂഡ് പ്ലേസ് എത്തിയല്ലേ. നോക്കി കേട്ടാ, വേറെ ആക്കാണ് വെള്ളച്ചാട്ടം. ഓളി നോക്കിയേ, നല്ല ഹൈറ്റ്. അടിപൊളി ലെവല്. ഇറങ്ങണല്ലേ, നീ ഇറങ്ങണല്ലേ, ഇറങ്ങണല്ലേ, ഇറങ്ങണം. നല്ല ഹൈറ്റ് കേട്ടോ വെള്ളം ഒഴുകി വരുന്നത്. അടിപൊളി റൂട്ടല്ലേ, രക്ഷയില്ല. രണ്ട് സൈഡും കാടും കാടിൻ്റെ അടുത്ത് വീടുകളും ഉണ്ടോ. കൊള്ളാലോ. ഇവിടെ ഒരു നൈസ് വാട്ടർഫാൾ കേട്ടോ, പക്ഷെ ഇവിടെ എൻട്രി ഇല്ല. നോ എൻട്രി ഫോർ ടൂറിസ്റ്റ്. എന്നാലും എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അടിപൊളി വാട്ടർഫാളാണ് കേട്ടോ, രസമുണ്ട് കാണാനായിട്ട്. അത് മോങ്കായിട്ട് പോകാൻ തോന്നുന്നു, പക്ഷേ എൻട്രി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നില്ല ഇവിടെ. ഓലു എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാല്ലേ? രക്ഷയില്ലാത്ത റൂട്ട് നോക്കൊന്നും പറയാനില്ല. റൂട്ട് നോക്കടാ, റൂട്ട് നോക്കേ എങ്ങനെയുണ്ട്. ആ അത് തന്നെ, അത് തന്നെ. എടാ ആ വഴിയാന്ന് തോന്നട്ടെ ഞങ്ങൾ അന്ന് പോയത്. ആ കാണുന്ന വഴിയാന്ന് എനിക്ക് തോന്നണം. കാട്ടിക്കൂടിയുള്ള റൂട്ടാണത്, കാട്ടിക്കൂടിയുള്ള റൂട്ടാണത്. ആ വഴി പോയല്ല കാഴ്ച. നമ്മൾ ഓഫ് റോഡ് പോകാനുള്ള ഒരു പ്ലാനിലാണ്. ഓൺ റോഡ് പോകണേക്കാളും താല്പര്യം എല്ലാവർക്കും ഓഫ് റോഡാണ്.
കാടിന് നടുക്കൂടി ഒരു റൂട്ട് കാണുന്നുണ്ട്. ആ റൂട്ടാണ് പോകാൻ പറ്റും നോക്കുന്നത്. ഇവിടുത്തെ വ്യൂ രക്ഷയില്ല കേട്ടോ, അടിപൊളി വ്യൂ. ഞാൻ ഒരു 5 കൊല്ലം വന്നിട്ടുണ്ട് ഇവിടെ. ആ ഒരു പരിചയത്തിലാണ് കയറി നോക്കുന്നത്. പക്ഷേ അറിയില്ല കറക്റ്റ് ഏതാ റൂട്ട് എന്നറിയില്ല. കറക്റ്റ് പോയി നോക്കാന്ന് വെച്ചാണ്. നമ്മുടെ പിള്ളേർക്കൊക്കെ ഓൺ റോഡ് പോകാൻ താല്പര്യമില്ല, ഓഫ് റോഡ് പോകാനാണ് താല്പര്യം. നമ്മളിപ്പോൾ ഏതോ ഒരു കാടിന് നടുക്ക് എത്തിയിട്ടുണ്ട്. മാപ്പിൽ പോലും കാണിക്കുന്നില്ല ഈ പ്ലേസ്. ഇതെവിടെയാണെന്ന് ഐഡിയ ഇല്ല. നമ്മൊരു ഐഡിയ വെച്ച് പോവാണ്. ഇതെവിടെയാണെന്നൊരു പിടിയില്ല. എന്നാലും ഇങ്ങനൊരു പ്ലേസിലോട്ടൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു എന്താ പറയുക നോണാണ് ശരിക്കും. നല്ല വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ. വ്യൂ കൊള്ളാല്ലേ, സൂപ്പർ വ്യൂ, അടിപൊളി വ്യൂ. എടാ ഞങ്ങൾ അന്ന് വന്ന ഈ റൂട്ട് തന്നെയാന്ന് എനിക്ക് തോന്നണേട്ടാ. ഉറപ്പില്ല, 5 കൊല്ലം മുമ്പ് വന്നോണ്ടേ. 5 കൊല്ലം മുമ്പ് വന്ന്, അതുകൊണ്ട് ഒരു ഐഡിയ ഇല്ല ഏത് റൂട്ടാന്ന്. എന്തായാലും ഒരു ഇതിൽ പോയി നോക്കാം നമുക്ക്. അങ്ങനെ പരിപാടി നടക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചു നമുക്ക് കാര്യം നടത്തില്ല. ഓഫ് റോഡ് മൂടാണല്ലേ, വഴി കൊള്ളാം. എന്നെ വേണ്ടി ടയറിലത് ടയറിൽ നോക്കി പണ്ടവിടെ ഇനി ഈ ജോമു എന്താണ് ആ ബാക്കിൽ ആളേക്കിരുത്തി പോണ സീനാണ് ഓഫ് റോഡ്. ഞാൻ ഓടിക്കാൻ ഓഫ് റോഡ് എന്റെ പൊന്നി ജോമു ചതിക്കല്ലേ. നമ്മള് കാടിന് നടുക്കാണ് നിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത വേറെ വ്യൂ. അങ്ങനെ റേഞ്ച് ഉണ്ട്. ആ റേഞ്ച് ഉണ്ട്, വാഗമൺ പോലെ വെട്ടില്ല. അത് തന്നെ അത് തന്നെ. പോയാലോ? ആ പോവാം, വിട്ടേക്കാം, ചലിക്കാം. ഓക്കെ, ഓണാക്കിയേക്കാം.
ഓഫ് റോഡ് രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഒരു GPS മണ്ണാങ്കട്ടില്ല ഇവിടെ ഗൈസ്. ഇങ്ങനെ പോകുന്നതിൻ്റെ മൂഡ് വേറെ ഉണ്ടോ, ഒന്നും പറയാനില്ല. ഒരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെ കാട്ടിൽ കൂടെയൊക്കെ പോകുന്നതിൻ്റെ ഒരു മൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഒരിതാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല, ഇത് ഓഫ് റോഡ് മൂഡാണ് ശരിക്കും. ഗൈസ്, അപ്പോൾ ഈ ഓഫ് റോഡ് വന്നെങ്കിൽ നിങ്ങൾ മർമല പോകുന്നതിനൊരു 2 കിലോമീറ്റർ മുമ്പ് ഒരു ലെഫ്റ്റ് ഉണ്ട്, അതൊന്ന് നോക്കി വരാം. ഒരു ഐഡിയ വെച്ച് പോയാൽ മതി, നോക്കി വന്നാൽ മതി. കാരണം അത് വഴി മാറിപ്പോരുത്. അവിടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. പിന്നെ നമ്മൾ ഐഡിയ വെച്ച് വന്നാലും മതി. നമ്മളൊരു ഓൺ റോഡ് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടില്ല, ഓഫ് റോഡിൻ്റെ മൂഡ് കിട്ടില്ല ഓൺ റോഡ് പോയി കഴിഞ്ഞാൽ. വീഡിയോ കാണുന്നേക്കാൾ ഒരു 10 മടങ്ങ് അടിപൊളിയാണ് ശരിക്കും ഓഫ് റോഡ്. ഓരോ വണ്ടി തന്നെ പോയി അവിടെ. വണ്ടി ടയറുകളെന്ന് കാണിക്കുന്ന സീങ്ങണ്ട ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി. ഈ ഒരു മൂടൊക്കെ എടുക്കണം നമ്മൾ ശരിക്കും. നോക്കിയ വ്യൂ രക്ഷയില്ല. നമ്മൾ മരിയാക്കുള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇത് കിട്ടില്ല നമുക്ക്. അടിപൊളി. അങ്ങനെ ഞാൻ പറഞ്ഞു, വീഡിയോ കാണാൻ ഒരു 10 മടങ്ങ് അടിപൊളിയാണ് ശരിക്കും ഈ റൈഡ്, ഓഫ് റോഡ് റൈഡ്. പിന്നെ ഓഫ് റോഡ് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2-3 പേരായിട്ട് വരിക. എന്താ സംഭവം എന്ന് വെച്ചാൽ വണ്ടി വല്ല പണിയാക്കി ഇട്ട് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് തള്ളി കയറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിനോ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഓഫ് റോഡ് എപ്പോഴും ഒരു 2-3 പേരെങ്കിലും എക്സ്ട്രാ നമ്മുടെ കൂടെ ഉണ്ടാവും. എടാ, ഈ റൂട്ടാണെങ്കിൽ പോകണം, ഈ റൂട്ടാണെങ്കിൽ പോകണം. നമ്മുടെ ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ ഓഫ് റോഡാണ്. എൻ്റെ പൊന്നു നൈസ്. ഇത് GPS ഇല്ല, വേറെ കാര്യമെന്ന് വെച്ചാൽ GPS ഇല്ല പ്ലേസ്. അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മൾ ഐഡിയ വെച്ച് വേണം വരാനായിട്ട്. പിന്നെ കാടിനെ നടുക്ക് വെച്ചിട്ട് ഇടയ്ക്ക് ടേൺസൊക്കെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കാൻ പറ്റും വെള്ളച്ചാട്ടത്തിൻ്റെ. ആ ഒരു ഇത് വെച്ച് നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മതി. പക്ഷെ ഞാൻ ഈ ഒരു ഓഫ് റോഡ് പോകാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ഹാൻസൊക്കെ നമ്മളിവിടെ ഇവിടെ കിട്ടില്ല ഓഫ് റോഡാണ് പറയാനില്ല.
ഓക്കെ ഗൈസ്, ഞങ്ങൾ മാത്രമുള്ള ഈ റൂട്ട്. ചോദിക്കാനോ പറയാനോ ഒന്നും ആരുമില്ല. നോക്കേ, ഫുള്ള് റബ്ബർ തോട്ടമാണ്. നമ്മുടെ കമ്പനിക്കാർ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഞാൻ കുറച്ച് മുന്നോട്ട് പോയി. ഒരു മൂടൊന്നും പറഞ്ഞടയ്ക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയാണത്. ഗായ്സ്, ശരിക്കും നമ്മൾ ജിപ്സി അല്ലെങ്കിൽ താർ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയൊരു റൂട്ടാണ്. പിന്നെ ഓഫ് റോഡ് ബൈക്കായിട്ട് വരാം ഈ റൂട്ട്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന ഓഫ് റോഡ് ബൈക്കൊന്നും കേട്ടോ, R5 NS ഒക്കെ ആയിട്ട് വന്നിരിക്കും. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കുറച്ച്. വണ്ടി തന്നു വിട്ടെ ഗൈസ്. ഓ പടവറ്റ് ഗൈസ്, ഒരു ചെറിയൊരു പടവനടിച്ചിട്ടുണ്ട് ഇവിടെ. താന്നു പോയി. എടാ കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ? ശരിക്കും പറഞ്ഞാൽ കാട് കയറുന്ന പറയില്ലേ, എന്താ പറയുക, ഫുൾ ഓഫ് റോഡ്.
നമ്മൾ എങ്ങനെയുണ്ട് സ്പോട്ട് പോകുമ്പോൾ തിരിച്ചാൽ മതി ഈ വഴി പോകാൻ വണ്ടിയുടെ സീൻ കൊണ്ടാണ് സംഭവം കൊള്ളാല്ലേ ഏറെ പോട്ടിട്ടാ അടിപൊളി 6 കൊണ്ട് തുമ്പിനെ കൊണ്ട് കല്ലടി വന്നിക്കണ് പോവാന്നോ വാ ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയട്ടോ ഓരോ ഉറപ്പില്ലായിരുന്നു ഇവിടെ എത്തുന്നു ഓഫ് റോഡ് കയറി ഇങ്ങനെ വരുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ ഒന്നും പറയാനില്ല പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു ഫീലാണ് ശരിക്കും ഒട്ടും പ്രതീക്ഷയല്ല ഈ ഒരു സ്ഥലത്ത് എത്തുന്നത് കാരണം 5 വർഷം മുമ്പ് വന്ന ഏതോ ഒരു വഴി ഒരു ഐഡിയയിൽ കയറി വന്നാണ് ഇവിടെ എത്തിയത് ഒന്നും പറയാനില്ല അടിപൊളി എടാ എങ്ങനെയുണ്ടായിരുന്നു ഓഫ് റോഡ് വേറെ മൂടല്ലേ ഇതല്ലേ ഇങ്ങനെ വന്ന് കിട്ടുന്നതിൻ്റെ ഒരു ഫീല് വേറെ അല്ലേ ശരിക്കും അല്ലേ അല്ലേ ഗീവേ ഇല്ലേ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വരാൻ പറ്റും അല്ലേ എവിടാ ഇവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലടാ ആ പ്രശ്നം കുറച്ച് നമ്മൾ നടന്നു പോകണം ഇവിടെ കൂടി ഇവിടെ വണ്ടി ഇരിപ്പുണ്ട് എടാ ഞങ്ങളന്ന് ഇവിടെ കൂടിയൊക്കെ ഇറക്കിയിട വണ്ടി ഇവിടെ കൂടിയൊക്കെ ഇറക്കി കുറച്ച് നടക്കണ്ട അങ്ങോട്ട് ഓ അടിപൊളി ഓഫ് റോഡ് ഗൈസ് ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വണ്ടി എടുത്താൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഒരുപാട് പേർക്ക് അറിയില്ല ഇങ്ങനെ ഒരു പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് അവനെങ്ങനെയുണ്ട് പ്ലേസ് ഇറങ്ങൂടല്ലേ അടിപൊളിയല്ലേ ഈ കാണുന്ന വഴിയിലൂടെ നമുക്ക് പോകണ്ട് കേട്ടോ രക്ഷയില്ല വേറെ മൂട് പ്ലേസ് എത്തിയല്ലേ നോക്കുക കേട്ടാ നോക്കിയോ രക്ഷയില്ല പോയി അടിപൊളി റൂട്ട് വേറെ ആക്കാണ് വെള്ളച്ചാട്ടം പൊളി നോക്കിയേ നല്ല ഹൈറ്റ് വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴിയാണ് ഇറങ്ങുന്നത് ഞാൻ കണ്ടേ കാണുന്നത് എങ്ങനെ ഉണ്ടാവും വേറെ കൂടെയല്ലേ പ്ലേസ് രക്ഷയില്ലട്ടാ
കേട്ടോ നമുക്ക് ഓപ്പോഴും വരാം ഓപ്പോഴും വരാം ഒരു അടിപൊളി പ്ലേസ് കണ്ടേക്കണം എനിക്ക് രക്ഷയില്ല നല്ല ഒഴുക്കുണ്ടല്ലേ ഞാൻ അന്ന് വന്നപ്പോൾ ഇത്ര ഒഴുക്കൊന്നുമില്ല അതിനൂടെ ഇപ്പോൾ കുളിക്കാൻ പറ്റിയ വേണ്ടിയിട്ടല്ല നല്ല ഒഴുക്കാണുള്ള കുളിക്കാൻ പറ്റിയ വേണ്ടിയിട്ടല്ല നല്ല ഒഴുക്കാണ് സീനാണ് അയ്യോ രക്ഷയില്ലട്ടാ സെറ്റപ്പ് അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി ഇതല്ല അപ്പുറത്തൂടെ ആയിട്ട് എനിക്ക് പോകണമെന്ന് തോന്നുന്നു വെള്ളച്ചാട്ടം ഒരു രക്ഷയില്ലട്ടാ അടിപൊളി വെള്ളച്ചാട്ടം ചേലിൻ്റെ കൊണ്ട് ഇറങ്ങാൻ ഉദ്ദേശിച്ച് വന്നതാണ് പക്ഷേ ഇത്രയും നല്ല ഒഴുക്കുണ്ട് ഇവിടെ ഇറങ്ങിക്കാൻ ശരിയാവില്ല അവിടെ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഈ വഴിയല്ല അത് അങ്ങോട്ട് പോകാനായിട്ട് അപ്പുറത്ത് വേറെ റൂട്ടുണ്ട് കൊള്ളാലേ അന്ന് ഞങ്ങൾ വന്നപ്പോഴാ ആ ഒരു റൂട്ടൊക്കെ പോയി ആ ഒരു പാറയുടെ സൈഡിൽ കൂടെയൊക്കെ നടന്നിട്ടില്ലേ അവിടം വരെ പോയി ഞങ്ങൾ അപ്പോൾ ഇതാണ് പ്ലേസ് ഞങ്ങൾക്ക് ഓഫ് റോഡ് വരാൻ അതിൻ്റെ ഉള്ളിൽ ഓഫ് റോഡും വരാം ഓൺ റോഡ് വരാൻ അതിൻ്റെ ഉള്ളിൽ ഓൺ റോഡും വരാം അടിപൊളി പ്ലേസാണ് അപ്പോൾ നിങ്ങൾ ഈ പ്ലേസ് ഒന്ന് കാണാം ഒന്നും പറയാൻ കേട്ടോ പ്ലേസാണ് മെയിൻ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പ്ലേസ് ഒരു രക്ഷയില്ല വേറെ അടിപൊളി ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ വിചാരിച്ചൊന്നുമല്ല അടിപൊളി വേറെ വൈബാണ് ഇവിടെ നല്ല ഹൈറ്റിലാണ് വെള്ളം ഒഴി വരുന്നത് അടിപൊളി ലെവല് ഇറങ്ങണല്ലേ നീ ഇറങ്ങണല്ലേ ഇറങ്ങണ നല്ല ഹൈറ്റ് കേട്ടോ വെള്ളം ഒഴി വരുന്നത് എനിക്ക് തോന്നുന്നു അതിരപ്പള്ളിനേക്കാളും ഹൈറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഹൈറ്റിനാണ് വെള്ളം ഒഴി വരുന്നത് അടിപൊളി പ്ലേസ്
എന്താ നോക്കി ഏ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഫീലാണ് ഇവിടത്തേക്ക്. എന്താ പറയാ, ഒരു സൂപ്പർ സ്പോട്ട്. ഒരു വൺ ഡേ ട്രിപ്പിൽ പോകാൻ പറ്റുന്ന വരാൻ പറ്റിയ അടിപൊളി പ്ലേസ് ആണ് ഈ മർമ്മല വാട്ടർഫാൾ. എന്താ പറയുക, പ്ലാസ്റ്റിക് ആണ് ഇവിടെ മൊത്തം. വൈബട്ടോ, ഒന്നും പറയാനോ, അടിപൊളി വൈബ്. ഇറങ്ങിയാലോ? വേറെ വൈബാണ് ഇവിടെ. അവിടെ വന്നിട്ടാ അതിന്റെ കൂടെ കറങ്ങി വരാനാ. അതിന്റെ സീനാണോ? ഇറങ്ങാം ഇറങ്ങാം.